നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ 2020 BJP അലയൻസ് ഗുണകരമായോ എന്നുള്ളൊരു ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യാണ്. ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ എത്ര വോട്ട് BJP നേടിയിരുന്നു, 2020 നേടിയിരുന്നു, അതെല്ലാം എടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത്ര വോട്ട് കിട്ടിയോ, അതിൽ കുറവാണോ കിട്ടിയത് കൂടുതലാണോ കിട്ടിയത്. കാരണം ഒരു ഘടകകക്ഷിയായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020യും BJP എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിച്ചത്. ഘടകകക്ഷിയായി കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലി 2 വോട്ടും കൂടെ കൂടുതൽ കിട്ടണം. ചിലപ്പോൾ അഡീഷണൽ കിട്ടണം, ചിലപ്പോൾ കുറച്ച് പോവാം. എന്തായാലും അത് ഡേറ്റ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഇത് ഗുണകരമായോ ദോഷകരമാണോ, എവിടൊക്കെ ഗുണകരമായി എന്നൊക്കെ ഉള്ളത്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരാണ് 2020 മത്സരിച്ചത്. തൃക്കരിപ്പൂര് പഞ്ചായത്ത് ഇലക്ഷനിൽ BJP കിട്ടിയ വോട്ട് 8546 വോട്ട്, 5% വോട്ടുകൾ, വളരെ ചെറിയ മണ്ഡലമാണ്. തൃക്കരിപ്പൂരിലപ്പം 2020ക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. ശ്രീ രവി കുളങ്ങര അദ്ദേഹം മത്സരിച്ച് 7847 വോട്ട്. അതായത് BJP സ്വന്തം ചിഹ്നത്തിൽ പിടിച്ച വോട്ട് 8500 വോട്ട് യഥാർത്ഥത്തിൽ തൃക്കരിപ്പൂരിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. 4.5% വോട്ട് കുറഞ്ഞു. അപ്പം എഫക്റ്റീവ്ലി തൃക്കരിപ്പൂർ മണ്ഡലം ഒരു അലയൻസ് ഉണ്ടായത് ഗുണകരമായില്ലെന്നാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തോന്നുന്നത്. ഇനി കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എങ്ങനെയായിരുന്നു നോക്കാം. ഇരിക്കൂറിൽ BJPക്ക് കിട്ടിയ 7632 വോട്ടും BDJസിന് 133 വോട്ടും കൂടെ ഉണ്ടായിരുന്നു. ടോട്ടൽ 7765 വോട്ടാണ് കിട്ടിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അത് നിയമസഭാ ഇലക്ഷനിൽ വന്നപ്പോൾ 2020 സ്ഥാനത്തേക്ക് 9600 ആണ് കിട്ടിയത്. അതായത് 7000 ഒരു 2000 വോട്ടോളം കൂടുതൽ പിടിക്കാൻ 2020 ഇരിക്കൂറിൽ 2020 വന്നപ്പോൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയായിരുന്നു 2020 മത്സരിച്ചത്. തിരുവമ്പാടി BJP 6800 വോട്ട് നേടിയിരുന്നു. NBP അത് ഒരു ഘടകകക്ഷിയുണ്ട് 207 വോട്ട്. ഇപ്പോൾ ടോട്ടൽ 7000 വോട്ടാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ BJP പഞ്ചായത്ത് ഇലക്ഷനിൽ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ നേടിയത്. അത് നമുക്ക് ഇപ്പോൾ ഉള്ള ഇലക്ഷൻ വന്നപ്പോൾ എത്ര ആയി നോക്കാം. അത് ഏകദേശം സെയിം തന്നെ 7350 വോട്ട് 2020 അലയൻസ് വന്നപ്പോൾ 300 വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ അതേ വോട്ടൊക്കെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നാതെ 5% കുറഞ്ഞ മണ്ഡലത്തില് നാച്ചുറലി ഒരു അലയൻസ് വരുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി നോക്കാം. ചാലക്കുടി BJP പഞ്ചായത്ത് ഇലക്ഷനിൽ 17646 വോട്ട് നേടിയപ്പോൾ 2020ക്ക് 2858 വോട്ടുണ്ടായിരുന്നു. BDJസിന് 1000 വോട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഈ 3 ഘടകകക്ഷികളും കൂടെ 21531 വോട്ട്, 15% വോട്ടുണ്ടായിരുന്നു ചാലക്കുടിയിൽ. ഇപ്പൊ ഇലക്ഷനിൽ എത്ര കിട്ടിയെന്ന് നോക്കാം. അഡ്വക്കേറ്റ് ചാർലി പോളാണ് 2020 മത്സരിച്ചത്. അദ്ദേഹത്തിന് ആ കിട്ടിയ വോട്ട് 16000 വോട്ടാണ്. 16000 വോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 21000 വോട്ട് ലോക്കൽ ബോഡി ഇലക്ഷന് കിട്ടിയതാണ്. അതിന്റെ കൂട്ടത്തിൽ 2000-3000 വോട്ട് അഡീഷണൽ BJPക്ക് വരും. അത് മണ്ഡലാടിസ്ഥാനത്തിൽ മുഴുവനായിട്ട് വരുമ്പോൾ അപ്പോൾ 21000 വോട്ടിൽ നിന്ന് 5000 വോട്ടിൽ കൂടുതൽ കുറവാണ് 2020 പിടിച്ചത്. ചാലക്കുടി ആക്ച്വലി 2020ക്ക് പകരം BJP തന്നെ മത്സരിക്കുകയായിരുന്നെങ്കിൽ കൂടുതൽ വോട്ട് നേടിയേനെന്നാണ് എനിക്ക് എൻ്റെ ഒരു അനാലിസിസ്. കൊടുങ്ങല്ലൂര് 2020ക്കായിരുന്നു കൊടുത്തിരുന്നത്. കൊടുങ്ങല്ലൂര് BJPക്ക് 35000 വോട്ടുണ്ടായിരുന്നു, 35728. 2020ക്ക് 3000 വോട്ട്, രണ്ടുപേരുടെ കൂട്ടിയ 38780. അതിൽ ഈ കൂടിയ വോട്ട് കിട്ടിയ സ്ഥലങ്ങൾ ഘടകകക്ഷിക്ക് കൊടുക്കാതെ സ്വന്തമായിട്ട് മത്സരിക്കണമെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. അത് എന്തിനാങ്ങനെ കൊടുക്കുന്നതെന്ന് മനസ്സിലായില്ല. 3000 വോട്ടുള്ള ഒരു പാർട്ടിക്ക് 35000 വോട്ടുള്ള പാർട്ടി വോട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വോട്ട് ചെയ്യാതാവും. അവർ വേറെ ഇടത്തോട്ട് മാറ്റി കുത്താനും സാധ്യതയുണ്ട്. കൊടുങ്ങല്ലൂരില് BJPക്ക് ഇലക്ഷന് കിട്ടിയേക്കുന്നത് 2020 മത്സരിച്ച് അത് കിട്ടിയേക്കുന്നത് 23933, 24000 വോട്ട്. എന്നാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ 38000 വോട്ട് ഉണ്ടായിരുന്നു രണ്ടുകൂടെ കൂട്ടി. അത് കൊടുങ്ങല്ലൂരും BJP ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നെങ്കിൽ 40000 കൂടെ വോട്ട് ഉറപ്പായിട്ടും കിട്ടിയേനെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇനി നമുക്ക് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ നോക്കാം. തൊടുപുഴ 2020 കൊടുത്തിരുന്നതാണ്. BJP ലോക്കൽ ബോഡി 14710 വോട്ട് പിടിച്ചു. 2020 1452 വോട്ട് പിടിച്ചു. BDJസിന് 86 വോട്ട്. ടോട്ടൽ 16248 വോട്ട്
പ്ലസ് 2000-3000 വോട്ട് 18,000 വോട്ടേലും BJP മത്സരിച്ചാൽ കിട്ടേണ്ടതാണ്. ഇപ്പൊ തൊടുപുഴ 2020 എത്ര പിടിച്ചു നോക്കാം, 12,679 വോട്ടേ പിടിച്ചുള്ളൂ. 16,000 വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന മണ്ഡലത്തിൽ 12,000 വോട്ടേ ഇപ്പൊ തൊടുപുഴയുള്ളൂ. അവിടെയും അതൊരു സഖ്യം ഗുണകരമായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കോട്ടയം ജില്ലയുടെ ഏറ്റുമാനൂര് ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJPക്ക് 18,569 വോട്ടും 2020ക്ക് 829 വോട്ടുമാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ 19,397 വോട്ട്, 20,000 വോട്ട് കഷ്ടി ഉണ്ടായിരുന്നു. അതിപ്പോ 2020 എത്ര പിടിച്ചു? ഏറ്റുമാനൂർ ആതിരാടി നായർ 12,000 വോട്ടാണ് പിടിച്ചത്. വീണ്ടും 8,000 വോട്ട് കുറവാണ്. അപ്പൊ 20,000 വോട്ടിൽ നിന്ന് 12,000 ആയി കുറഞ്ഞിരിക്കുകയാണ് ഏറ്റുമാനൂർ. ഇനി പത്തനംതിട്ട ജില്ലയിലെ റാന്നിയാണ് 2020 മത്സരിച്ച ഒരു മണ്ഡലം. റാന്നിയിലെ BJPക്ക് 23,440 23,440 വോട്ടുണ്ട്. BDSന് 300 വോട്ടുണ്ട്. ടോട്ടൽ ഒരു 24,000-അടുത്ത് വോട്ട് റാന്നിയിലുണ്ടാണ്. BJP പാർട്ടി വോട്ട് അവിടെ ഉണ്ടാണ്. അത് 2020ക്ക് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. 17,993 18,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. 18,000 വോട്ട് നമുക്ക് ഇവിടെ കണ്ട് 24,000 വോട്ട് എടുത്ത് വീണ്ടും 6,000-7,000 വോട്ട് കുറവാണ് കിട്ടിയിട്ടുള്ളത്. അതും BJP ഇത്രയും വലിയ വോട്ട് പിടിച്ചെടുത്ത് സ്വന്തമായിട്ട് മത്സരിക്കാമായിരുന്നു. കാരണം ഒത്തിരി വോട്ട് പിടിച്ചെടുത്ത് കടാശിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇനി കൊല്ലം ജില്ലയിലെ പുനലൂരാണ് 2020 മത്സരിച്ച്. 2020 പുനലൂരുള്ള നോക്കുവാണെങ്കിൽ പുനലൂര് BJP 21,632 വോട്ടും BDS 40 വോട്ടും, ഒരു 22,000 വോട്ട് പുനലൂർ ഉണ്ടായിരുന്നത്. പക്ഷെ 2020 മത്സരിച്ചത് നോക്കുവാണെങ്കിൽ 15,000 വോട്ടേ പിടിക്കാൻ പറ്റിയുള്ളൂ. അപ്പൊ വീണ്ടും 15,000-ൽ 7,000 വോട്ടോളം കുറവാണ് സഖ്യം പിടിച്ചത്. അതും ഒരു ഗുണകരമായില്ല മണ്ഡലത്തിലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പത്തനാപുരത്താണ് 2020 മത്സരിച്ചത്. പത്തനാപുരത്ത് BJP 22,428 വോട്ട്, 2020 418 വോട്ട്, BDS 77 വോട്ട്, 23,000 വോട്ട് BJPക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും 24,000 വോട്ടുള്ളിടത്ത് എത്ര പിടിച്ചു എന്ന് നോക്കാൻ 2020 സഖ്യം വന്നപ്പോൾ 7,000 വോട്ട് മാത്രമാണ് 2020യുടെ കാൻഡിഡേറ്റ് പിടിക്കാൻ പറ്റിയത്. ഭയങ്കര കുറവായിപ്പോൾ കേട്ടോ. 22,000-ൽ നിന്ന് 7,000 വോട്ട്. കാരണം BJP ഇവിടെ മത്സരിക്കുകയായിരുന്നു 25,000, 16% എന്നുണ്ടായിരുന്നു, 20% ക്രോസ് ചെയ്യായിരുന്നു. 25,000 30,000 വോട്ടൊക്കെ എത്തിക്കാമായിരുന്നു ആ മണ്ഡലത്തിൽ. പക്ഷെ അത് ഘടകകക്ഷിയോ കൊടുത്തിട്ട് ഗുണമായില്ല. എറണാകുളം ജില്ല നോക്കുകയാണ്. കാരണം 2020 സ്വാധീന ശക്തിയുള്ള എറണാകുളം ജില്ല. ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എറണാകുളം ജില്ല വെള്ളിയിലുള്ള മണ്ഡലങ്ങളായിരുന്നു. ഇനി എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂര് BJP 18,922. അപ്പൊ ഒരു 19,000 വോട്ടോളം BJPക്ക് ഉണ്ട്. 2020ക്ക് 7,000 വോട്ടിനടുത്തുണ്ട്. BDS 234 ഉണ്ട്. ടോട്ടൽ 26,110 വോട്ട് പെരുമ്പാവൂരിൽ BJP 2020 സഖ്യത്തിനെല്ലാം കൂടെ ഉണ്ട്. അതിപ്പോ എത്ര പിടിച്ചു എന്ന് നോക്കാം. പെരുമ്പാവൂരില് 2020 പിടിച്ച് 22,497. 26,000 ആയിരുന്നു. അത് 22,000 പിടിച്ചിട്ടുണ്ട്. കുറച്ചു പേർക്ക് സഖ്യം ഇഷ്ടപ്പെടാത്തോണ്ടാവാം. എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. കാരണം ഒരു 18,000 ഉള്ളൂ BJPയുടെ വോട്ട്. 18,000 വോട്ട് ചെയ്ത് സഖ്യത്തിന്റെ കൂടെ കൂട്ടിയപ്പോൾ 22,000 കിട്ടി. ഓക്കെ, 4,000 വോട്ടോളം അഡീഷണൽ കിട്ടി എന്നുള്ളത് ഗുണകരമാണെന്നാണ്, അത് വളർത്തിയെടുക്കാവുന്നതാണ്. അങ്കമാലിയിൽ BJPക്ക് 10,000 വോട്ടേ ഉള്ളൂ. 2020 465, BDS 31, 10,551. 10,000 വോട്ടേ ഉള്ളൂ BJPക്ക്. അങ്കമാലിയിൽ 2020യുടെ ആള് ഏകദേശം 10,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. 9,893 വോട്ട്. അത് നമുക്ക് പിന്നെ വീണ്ടും ഒരു ന്യൂട്രലായിട്ട് കാണാവുന്നതാണ്. BJP നിന്നാലും ഒരു 1,000 വോട്ട് കൂടുമായിരുന്നു. 2020 കൊടുത്താലും കുഴപ്പമില്ലാണ്ട് ആ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ നഷ്ടമോ ഡാമേജോ വന്നിട്ടില്ല. കാരണം ഒന്നാമത് ഈ UDFന് അനുകൂലമായിട്ട് തരംഗത്തിനിടയിലും 10,000 അവിടെ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. വൈപ്പിന് ഈ BJPക്ക് 15,000 വോട്ടുണ്ട് അവിടെ. 2020ക്ക് 3,500 വോട്ട്, BDSന് 356, പിന്നെ ഒരു ഘടകകക്ഷി അതിന് 20 വോട്ടുമുണ്ട്. ടോട്ടൽ NDA സഖ്യത്തിന് 19,000 വോട്ടുണ്ട് വൈപ്പിനില്. 2020ക്ക് 13,000 വോട്ടേ കിട്ടിയുള്ളൂ. BJPയുടെ 15,000-ത്തെക്കാട്ടിലും കുറവാണ് കിട്ടിയത്.
അതായത് BJP ഒറ്റയ്ക്ക് ഇന്നാലും 15,000 17,000 12,000 കിട്ടിയതിന് അത് വീണ്ടും വൈപ്പിന് കുറവ് വോട്ടാണ് സഖ്യം പിടിച്ചത്. അത് അത്ര ഗുണകരമായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തൃപ്പൂണിത്തറ BJPക്ക് 27,000 വോട്ടുണ്ട്, 2020ക്ക് 3,700 വോട്ടേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും ഡിഫറൻസ് ഉള്ളതിൽ എന്തിനാണ് ഘടകകക്ഷിക്ക് കൊടുക്കുന്നത്? ഏത് ഘടകകക്ഷിക്കാണ്? BDS 489 വോട്ട്, വേറെ ഘടകകക്ഷി 103, ടോട്ടൽ 31,000 വോട്ട് തൃപ്പൂണിത്തറ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് പാർട്ടിക്ക് BJPക്ക് ഉണ്ട്. അപ്പൊ അത് എത്ര പിടിച്ചു നോക്കാം. തൃപ്പൂണിത്തറയിലെ 2020 അഞ്ജലി നായർ 29,471 വോട്ട്, ഏകദേശം കറക്റ്റ് വോട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാലും തൃപ്പൂണിത്തറയിൽ വലിയ ഡാമേജ് ഉണ്ടാക്കാണ്ട് 2020 അലയൻസ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇനി കൊച്ചിയാണ്. കൊച്ചിയില് BJPക്ക് 13,000 വോട്ടുണ്ട്, 2020ക്ക് 2,800 വോട്ടുണ്ട്, BDSന് 315, ടോട്ടൽ 15,436 വോട്ട്. 16,000 വോട്ടുണ്ടത് കൊച്ചി അസംബ്ലിയിൽ പിടിച്ചേക്കുന്നത് 2020 11,000 പിടിച്ചുള്ളൂ. അത് കുറവാണ്. BJP കിട്ടിയ വോട്ടിനെക്കാട്ടിലും കുറവാണ്. അതെന്തായാലും കൊച്ചിയിലും ഒരു വലിയ ഗുണം ആയില്ല. കൊച്ചി മണ്ഡലത്തിലും. തൃക്കാക്കരയാണ് ഇനി അടുത്ത മണ്ഡലം. തൃക്കാക്കരയിൽ BJP 15,000 വോട്ടുണ്ടായിരുന്നു, 2020ക്ക് 5,700 വോട്ട്, BDJS 483, 20,000 വോട്ട് NDAക്ക് ഉണ്ട്, 21,000 വോട്ടുള്ളത്, 21,000 വോട്ട് അഖിൽമാരാർ പിടിച്ചിട്ടുണ്ട്. 20,878 1,000 വോട്ടിൽ 500-600 വോട്ട് കൂട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ വോട്ട് BJP സംബന്ധിച്ച് 14,000 ഉള്ളായിരുന്നു, അത് 21,000 ആയത് തൃക്കാക്കരയും അത് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിറവം BJPക്ക് 10,000 വോട്ട്, 9,965. അപ്പോൾ പിറവം ഒരു 10,000 വോട്ട്, 2020ക്ക് 1,000 വോട്ടുണ്ട്, BDSന് 155 വോട്ട്, എല്ലാം കൂടെ 11,000 വോട്ടുണ്ടായിരുന്നത്. പിടിച്ചത് 14,000 വോട്ട് GB എബ്രഹാം പിടിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. പിറവത്തും വോട്ട് നമ്മൾ കൂടുതൽ പിടിച്ചു. കുന്നത്ത് നാടാണ്. കുന്നത്ത് നാട് ആക്ച്വലി 2020ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഹോൾഡുള്ളത്. അവർ 2020ക്ക് 51,176 ഉണ്ട്, BJP 8,202 ഉള്ളൂ, ടോട്ടൽ 59,000 വോട്ടുണ്ട്. പക്ഷേ എപ്പോഴും പറയുന്നത് ഇതൊക്കെ 2020യുടെ സ്വാധീന മേഖലയാണ്, അത് ഘടകകക്ഷിക്ക് കൊടുക്കുന്നതാണ് നല്ലത്. അത് നല്ല കാര്യമാണ് ചെയ്ത്. ബാക്കി കൊടുങ്ങല്ലൂരൊക്കെ BJPക്ക് ഇത്രയും വോട്ട് ഉണ്ടായിട്ട് BJP അത് ഘടകകക്ഷിക്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് ഒരു, അല്ലെങ്കിൽ ഒരു 3-1 വോട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഘടകകക്ഷിക്ക് കൊടുക്കാൻ പറ്റും. ഇത് വെച്ചാൽ ഇത് കുന്നത്താണെന്ന് പറഞ്ഞാൽ 2020ക്കാണ് BJPക്കാട്ടി വോട്ടുള്ളത്, അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും കുന്നത്താടിന്റെ ഇലക്ഷൻ റിസൾട്ട് നോക്കുവാണെങ്കിൽ ബാബു ദിവാകരൻ 40,000 വോട്ടാണ് പിടിച്ചത്. ടോട്ടൽ 2020ക്ക് 51,000 വോട്ട് ഉണ്ടായിരുന്നത് പിടിച്ചില്ല. ടോട്ടൽ 60,000 അടുത്തുള്ള അതിലും കുറവ് വന്നിട്ടുണ്ട്. എന്നാലും BJPക്ക് അത് ഘടകകക്ഷിക്ക് 2020ക്ക് അർഹമായിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം കുറച്ച് വോട്ട് ഈ 2020 BJP സഖ്യം ഇഷ്ടമല്ലാത്തവരുടെ വോട്ട് കുറച്ച് ഒരു 10,000 കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും പിന്നെ ഇത്രയും ഈ UDFന്റെ ഒരു കോർണറിങ് വോട്ട് വന്നത് ഉണ്ടാവാം. എന്തായാലും നല്ലൊരു 25% വോട്ട് അസംബ്ലിയിൽ അവിടെ പിടിച്ച് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ BJP സംബന്ധിച്ച് 8,000 വോട്ട് ഉണ്ടായിരുന്നത് ഒരു ഘടകകക്ഷിയെ കൂട്ടി ഇത്രയും വോട്ട് വർദ്ധിക്കുക എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ ഭയങ്കര ഗുണമാണ് ചെയ്തത്. മൂവാറ്റുപുഴ BJPക്ക് 7,300 വോട്ട്, 2020ക്ക് 1,000 വോട്ട്, BDSന് 45, ടോട്ടൽ 8,500 വോട്ട് ഉണ്ട് അവിടെ NDA കക്ഷി. അത് നോക്കുവാണെങ്കിൽ 2020 9,840 9,840 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് വോട്ട് കുറച്ച് 1,000 വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ കുഴപ്പമില്ല, BJPക്ക് 7,000 വോട്ട് എന്നുള്ളത് ഒരു 10,000 വോട്ട് ആയി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2020ക്ക് എറണാകുളത്തിന് വെളിയിൽ കൊടുത്ത എല്ലാ സീറ്റും ഭയങ്കര ഡാമേജാണ് ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരമായിട്ട് വോട്ട് BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് പോലും സഖ്യത്തിന് കിട്ടാത്തൊരവസ്ഥയാണ് ഉള്ളത്. പിന്നെ പക്ഷേ ഈ എറണാകുളം ജില്ല അവരുടെ സ്വാധീനം കുന്നത്താട് കൊടുത്തത് നല്ല ഭയങ്കര ഒരു വ്യത്യാസം വന്നു. പിന്നെ 1-2 അടുത്തും കൂടെ ഈ വോട്ട് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ടിൽ കാര്യമായ പെർസെൻറ്റേജ് വോട്ടിംഗ് ഷെയർ കുറയാണ്ട് അത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പം അവരുടെ സ്വാധീന മേഖലകളിലോട്ട് കൊടുക്കുന്നത് ഗുണകരമാണെന്നും അല്ലാതെ കൊടുത്തത് സത്യത്തിൽ ദോഷമായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.